ദശാബ്ദങ്ങളായി ആഗോള രാഷ്ട്രീയത്തിലെ പരമാധികാരികളായി നിലകൊണ്ടിരുന്ന അമേരിക്ക ഇന്ന് തങ്ങളുടെ പദവിക്ക് ശക്തമായ വെല്ലുവിളികൾ നേരിടുകയാണ്. ശീതയുദ്ധത്തിന് ശേഷം ലോകം ഏകധ്രുവ ലോകമായി മാറിയപ്പോൾ ലോക പോലീസ് എന്ന പദവിയിൽ അമേരിക്ക ആഗോള കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനവും ചെലുത്തി. എന്നാൽ ഇന്ന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മറ്റ് രാജ്യങ്ങളെ നിരന്തരം വെല്ലുവിളിച്ച അമേരിക്കൻ നയതന്ത്രത്തിന് ശക്തമായ പ്രതിരോധം ഉയർത്താൻ കഴിവുള്ള രാജ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ മേഖലകളിൽ തങ്ങളുടേതായ സ്ഥാനമുറപ്പിച്ച ഈ രാജ്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ ആഗോള രാഷ്ട്രീയം ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കെതിരെ ഉയർന്നു വരുന്ന വൻ ശക്തികളായ രാജ്യങ്ങൾ റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയാണ്. ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രധാന എതിരാളികളായിരുന്ന സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ ഏറെക്കുറെ ദുർബലമായിരുന്നു. എന്നാൽ പ്രസിഡന്റ് പുടിന്റെ നേതൃത്വത്തിൽ റഷ്യ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശക്തമായ ശ്രമങ്ങളിലാണ്. സൈനിക ശക്തിയും തന്ത്രപരമായ നീക്കങ്ങളിലും റഷ്യ ഇന്ന് അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുക്രൈൻ റഷ്യൻ യുദ്ധം ഈ വെല്ലുവിളിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ശക്തമായ എതിർപ്പുകൾക്കിടയിലും റഷ്യ യുക്രൈനെ ആക്രമിച്ചത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ റഷ്യ എത്രത്തോളം ദൃഢനിശ്ചയമുള്ളവരാണെന്നാണ് കാണിക്കുന്നത്. നാറ്റോ സഖ്യത്തിന് റഷ്യ ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. റഷ്യയുടെ സൈനിക നയങ്ങൾ യൂറോപ്പിലും മധ്യേഷ്യയിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുമുണ്ട്. റഷ്യയുടെ സൈനിക ശക്തിയുടെ പ്രധാന സ്രോതസ്സുകളിലൊന്ന് അവരുടെ ആണവായുധ ശേഖരമാണ്. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കുന്നു. അമേരിക്കയുടെ ആധിപത്യത്തിന് ഏറ്റവും വലിയതും ദൂരവ്യാപകവുമായ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള രാജ്യം ചൈനയാണ്. സാമ്പത്തികമായും സൈനികമായും അതിവേഗം വളരുന്ന ചൈന അടുത്ത ദശകങ്ങളിൽ അമേരിക്കയെ മറികടക്കാനുള്ള സാധ്യതകളുമുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൂടെ മറ്റ് രാജ്യങ്ങളെ സാമ്പത്തികമായി സ്വാധീനിക്കാനും അവരുടെ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ചൈന ശ്രമിക്കുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം, തെക്കൻ ചൈന കടലിലെ തർക്കങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി. തായ്വാന്റെ കാര്യത്തിലുള്ള ചൈനയുടെ കർശനമായ നിലപാട് അമേരിക്കയെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. തായ്വാനെ തങ്ങളുടെ ഭാഗമായി കണക്കാക്കുന്ന ചൈന ആവശ്യമെങ്കിൽ സൈനിക നടപടികളിലൂടെ തായ്വാനെ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായാൽ അത് വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ചൈനീസ് ഉൽപ്പന്നങ്ങളെയും സാങ്കേതിക വിദ്യയും ലോകം ആശ്രയിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നത്. ആണവ പരിപാടികളും മിസൈൽ പരീക്ഷണങ്ങളും കാരണം ഇറാനെതിരെ അമേരിക്ക പലതവണ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇറാൻ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി. പശ്ചിമേഷ്യയിൽ സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇസ്രയേലും സൗദി അറേബ്യയ്ക്കും ഒരുപോലെയാണ് ഭീഷണി ഉയർത്തുന്നത്. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി വിമതർ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണയ്ക്കുന്നു. ഇത് മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപങ്ങളിൽ ഇടപെടുന്നതിലൂടെ ഇറാൻ തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും അമേരിക്കൻ നയതന്ത്രത്തിന് തലവേദന സൃഷ്ടിക്കുന്നു. അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും നേരെയാണ് ഉത്തര കൊറിയയുടെ പ്രധാന വെല്ലുവിളി. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള ഓരോ നീക്കവും ലോകരാഷ്ട്രങ്ങൾ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്ക പലപ്പോഴും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും നയതന്ത്ര ചർച്ചകൾ നടത്തിയുമാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ നീക്കങ്ങളൊന്നും ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സഹായിച്ചിട്ടില്ല. ഇത് അമേരിക്കൻ ആധിപത്യത്തിന് ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നു. ഈ നാല് രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വളരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. ഈ രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കുന്നുണ്ടോ എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് റഷ്യയും ചൈനയും തമ്മിലുള്ള സൈനിക, സാമ്പത്തിക സഹകരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണവും ശക്തമാണ്. ഇത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യത്തിനെതിരെ ഒരു പുതിയ സഖ്യം രൂപപ്പെട്ടു വരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ ശക്തികൾ ഒരുമിച്ച് ചേർന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ പ്രതിരോധവും ഉയർത്തും. ലോകം ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ ലോക പോലീസ് എന്ന പദവിയിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ നിർബന്ധിതരാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലകളിലും വലിയ സ്വാധീനവും ചെലുത്തും. പുതിയ ശക്തികളുടെ ഉദയം ലോക സമാധാനത്തിന് ഭീഷണിയാണോ അതോ കൂടുതൽ സന്തുലിതമായ ഒരു ലോകക്രമത്തിന് വഴിയൊരുക്കുമോ എന്നത് കാലത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ.